ആ നീ ഇത്ര നേരമായിട്ടും റെഡി ആയിട്ടില്ല. നീ കുറച്ചു നേരം കൂടി കഴിഞ്ഞു പറഞ്ഞ ഓരോരുത്തർ ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ. നീ ആ ഡ്രസ്സ് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടീ. ഇതൊക്കെ മതിയമ്മ. എന്താ ഇപ്പൊ ഇതിനൊരു കുഴപ്പം? എനിക്കൊന്നും വയ്യഞ്ഞിട്ട് മാറ്റാൻ. ആൾക്കാർ കണ്ട എന്തടി വിചാരിക്കുക? കല്യാണ തലേന്നായിട്ട് ഇട്ട ഡ്രസ്സിന്റെ ഒരു കോലം നോക്കുക അവള്. ആ പുതിയ ഡ്രസ്സ് എടുത്തിട്. എന്നിട്ട് ആ വളയും കമ്മലൊക്കെ ഒന്ന് എടുത്തിട് കേട്ടോ. നീ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കണ്ട, പറഞ്ഞ ഒന്ന് കേക്ക് നീ. ഇതിപ്പോ എന്റെ ആദ്യത്തെ കല്യാണം ഒന്നും അല്ലല്ലോ അമ്മ. അപ്പൊ ഇതൊക്കെ മതി. എന്താ ഞാൻ ഈ പെണ്ണിന്റെ അടുത്ത് പറയാ? എന്ത് പറഞ്ഞാലും കേൾക്കില്ല പറഞ്ഞ. നീ എന്തെങ്കിലുമൊക്കെ കാട്ട്, ഞാൻ അങ്ങോട്ട് മുമ്പത്തേക്ക് പോട്ടെ. ആൾക്കാർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ എന്താ നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഇങ്ങോട്ട് ഉള്ളിക്ക് ഇരിക്കേ. ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താ പാസനൊക്കെ വന്നിട്ടില്ലേ? മൂപ്പര് കച്ചവടത്തിന് പോയിട്ട് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. കാണാണ്ടായപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു. വരും, കച്ചവടം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും നേരെ. അതെ, എന്നാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാട്ടോളി. ആൾക്കാരൊന്നും വന്നിട്ടില്ലേ? ആരും കാണാനില്ല. ഇല്ല, സമയാവണല്ലേ ഉള്ളൂ. ഓരോരുത്തരൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന, ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരാട്ടോളി. ആ എവിടെ കല്യാണ പെണ്ണ് എവിടെ നിന്നിട്ട്? അവളത് അവിടെ എവിടേക്കേ ഉണ്ട്. അതെ, സ്വർണ്ണൊക്കെ എടുത്തുന്നിട്ട്. ഓ, അതൊക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ പോയി എടുത്തിട്ട് വന്നു. എത്ര കൊടുക്കണ്? എന്ത് കൊടുക്കണില്ലേ സ്വർണത്തിന്റെ ഒക്കെ ഇപ്പത്തെ വിലക്ക്? അവരിപ്പോ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഒരു 25 പവൻ കൊടുക്കുന്നുണ്ട് നമ്മള്. ഇവളിനിപ്പോ ആദ്യം കെട്ടിച്ചു കൊടുത്ത് സ്വർണം പോരാന്ന് പറഞ്ഞിട്ടേ അവളെ കുറെ ഉപദ്രവിച്ചതല്ലേ അവര്. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ നാളെ ഇവിടെ ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിട്ടേ കടവും കള്ളിയൊക്കെ ആയിട്ട് കുറച്ച് എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതൊന്നും ആലോചിക്കാൻ നിക്കണ്ട. ഇനിയെങ്കിലും അവള് നല്ല പോലെയൊക്കെ ഇങ്ങോട്ട് ഇരിക്കട്ടെ. അതെ, എന്നാ ഞാൻ അങ്ങോട്ട് അടുക്കളയ്ക്ക് പോട്ടെ ടോളി. തിരക്ക് കൂടുമ്പോഴേക്ക് അവിടുത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് പെണ്ണിന്റെ റൂമിക്ക് പോയിക്കോളി. പോയിട്ട് സ്വർണ്ണവും സാരിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. അവളുണ്ടാവും അവിടെ. എന്നാ നീ അടുക്കളയ്ക്ക് അങ്ങോട്ട് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയി കാണാം. എന്നാ ശരി. ആരിസെപ്പഴാ വന്നേ? നേരത്തെ എത്തിയോ? ഞാൻ വന്നിട്ടൊക്കെ ഒരാഴ്ചയായി. കല്യാണ വീടാകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഇവിടെ. ഇവിടുത്തെ ഓരോ പണികൾ ചെയ്യാൻ ആളും വേണ്ടേ. ഇതൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ നാളത്തെ കാലത്തൊക്കെ ഇങ്ങോട്ട് വരണേ. അല്ലാണ്ട് നിങ്ങളെ പോലെ കല്യാണ തലേ ദിവസം ഈ നേരത്തൊക്കെ വന്ന് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഡീ റുക്കിയ. റംല. എത്ര ഐഡി നിന്നെ ഒന്ന് കണ്ടിട്ട്. വാ, അവിടെ വന്നിരിക്കി. നീ എപ്പോഴാ വന്ന്? കുറെ നേരമായി വന്നിട്ട്. ഓ, ഞാൻ വന്നിട്ടൊക്കെ കുറെ നേരായി. ഞാൻ വന്നത് നിന്നെ ചോദിച്ചതേ. നീ എന്താ വരാൻ എത്ര നേരമൊക്കെ വൈകി? ഞാൻ ഇത്ര നേരം ഇക്കാനെ കാത്തു നിന്നിട്ടേ നേരം വൈകി. നോക്കുമ്പോ ഞാൻ ഒറ്റയ്ക്കും വരേണ്ടി വന്നു അവസാനം. അതെ, എന്താ അത്? എത്രയായി നിന്നെ ഒന്ന് കണ്ടിട്ട്. പറയ് നിന്റെ വിശേഷമൊക്കെ കേക്കട്ടെ ഞാനേ. എന്ത് വിശേഷടി? കൊഴപ്പൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. കുട്ടികളൊക്കെ എന്ത് കാട്ടുന്നു? കുട്ടികളിപ്പോ ചെക്കൻ ഗൾഫിലാണ്, സൗദിയിലേ. പോയിട്ട് ഇപ്പൊ 1.5 കൊല്ലായി. പെണ്ണോ? അവളിപ്പോഴും പഠിക്കുക തന്നെയാണ്. കല്യാണമൊക്കെ വരുന്നുണ്ടോ? പെണ്ണിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞടി. കഴിഞ്ഞോ? അതെന്തായാലും നീ കല്യാണം ഒന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല അപ്പൊ. നല്ല ആളാണ് കേട്ടോ നീ. അതിന് കല്യാണം ആയിട്ടൊന്നും നടത്തിയില്ലടി. അവളുടെ അടുത്തുള്ള ചെക്കനായിട്ട് ഇഷ്ടത്തിലായിട്ടേ നമുക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കൊറേ അവളുടെ മനസ്സ് മാറ്റാനൊക്കെ നോക്കി, നടന്നില്ല. പിന്നെ അവള് അവസാനം അവന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞാ ഞാൻ ചോദിക്കില്ലായിരുന്നു നിന്റെ അടുത്ത്. അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല. അവളിപ്പോ നമ്മുടെ അടുത്തേക്ക് വരവും പോക്കൊക്കെ ഉണ്ട്. എത്രയെന്ന് പറഞ്ഞിട്ട് അടി മിണ്ടാണ്ടിരിക്കുക. നമ്മുടെ മക്കളല്ലേ, അതും ചെറിയ ഉമ്മർത്ത്. ഇപ്പൊ വരവും പോക്കും മുണ്ടലും ഒക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതെ, ഞാൻ നിന്റെ മകളുടെ കല്യാണത്തിനൊക്കെ വരണം വിചാരിച്ചതായിരുന്നു. അതൊന്നും നടന്നില്ല അപ്പൊ. ആ സാരില്ലടി, അവള് നന്നായിട്ട് കഴിയണ്ടല്ലോ. അത് മതിയല്ലോ നമുക്ക്. ചെക്കനെയും കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെത്ര ആളെ മക്കള്? ചെക്കനെയും കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലടി, നല്ല ചെക്കനാണേ. അവിടെ അവൻ ഒറ്റ മകൻ തന്നെ ഉള്ളൂ. പിന്നെ ഉമ്മയാണെങ്കിലും ബാപ്പയാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അതുകളുടെയും കൊണ്ട്. നമ്മൾ തന്നെ അങ്ങോട്ട് ഇഷ്ടത്തിൽ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു. അതിന് എങ്ങനെയാണ്? എന്റെ മൂപ്പർക്ക് പ്രേമം എന്ന് പറഞ്ഞ അലർജി അല്ലേ. പെണ്ണിന്റെ കല്യാണമൊക്കെ ഗംഭീരായിട്ട് നടത്തണം എന്ന് വിചാരിച്ചതാ. ആ ഒന്നും നടന്നില്ല. ഇനിയിപ്പോ ചെക്കനുണ്ടല്ലോ, അതിന്റെയൊക്കെ നന്നായിട്ട് കഴിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിന്നെയൊക്കെ വിളിക്കാട്ടാ. ഇനിയിപ്പോ അവൻ എവിടെയെങ്കിലും ഒക്കെ കണ്ടുവെക്കണാവോ, ഒന്നും പറയാൻ പറ്റില്ല. ആരൊക്കെ അതല്ലേ. അവള് വരില്ല എന്നിട്ട് കല്യാണത്തിന്? വരുവേ, നാളെ വരും. അപ്പൊ മരുമകനെയൊക്കെ കാണിച്ചു തരാട്ടാ നിനക്ക്. ആ പിന്നെ എന്തൊക്കെ നിന്റെ വിശേഷം പറയടി. കുട്ടികളൊക്കെ വിളിക്കലില്ലേ? ഓ, അവരൊക്കെ ദിവസം വിളിക്കും. മൂത്തവളിപ്പോ വന്നിട്ട് പോയിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ. രണ്ടാമത്തവൾക്ക് അങ്ങനെ വരാനൊന്നും പറ്റില്ല. അവൾക്ക് വിശേഷം ഉണ്ടേ. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കയാണ്. അതേ, വിശേഷം ഉണ്ടാ?
എത്ര മാസായി? അവൾക്കിപ്പോ 4-ാം മാസം പറഞ്ഞേ. ഡോക്ടർ നല്ല റെസ്റ്റ് പറഞ്ഞ കാരണം വീട്ടിലേക്കൊന്നും അങ്ങനെ വരാൻ നിൽക്കണില്ല. ഞാൻ കാണാൻ തോന്നുമ്പോ ഇടയ്ക്കും തലക്കൊക്കെ പോയി കണ്ടിട്ട് വരും. നിൽക്കൊന്നുമില്ല കേട്ടോ, പോയിട്ട് അപ്പൊ തന്നെ വരും. ഇവിടെ ആരും ഇല്ലല്ലോ, മൂപ്പര് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ അവളുടെ അമ്മായിമ്മനെ കൊണ്ട് ഒരു കുഴപ്പമില്ലടി, അവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കും. അതെന്തായാലും നന്നായി. നീ ഇനി നാളെ തന്നെ പോവോ, അതോ ആങ്ങളുടെ കൂടെ 2 ദിവസമൊക്കെ ഇരുന്നിട്ടേ പോണുള്ളൂ? നിക്കില്ലടി, ഞാൻ നാളെ തന്നെ പോവും. പെണ്ണ് 2 ദിവസം വീട്ടിൽ വന്ന് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെയും കൂട്ടിട്ട് നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടാണ്. ആ ആ എന്താണ് നീ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണ്? എന്താ ആരും കൂട്ടത്തിനൊന്നും കിട്ടിയില്ല? ഒന്നുമില്ല താത്ത, ഞാൻ വെറുതെ ഇങ്ങനെ നിന്നതാ. എന്നാ നീ വെറുതെ നിക്കണ്ടേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ നിക്കാ. നീയേ പെണ്ണിന്റെ സ്വർണ്ണൊക്കെ കണ്ടോ? ഞാൻ കണ്ടേ. 25 പവനുണ്ട് കയ്യില്. പിന്നെ 25 പവനേ, എനിക്കൊന്നും തോന്നണില്ല കേട്ടോ. വെറുതെ പറയായിരിക്കും മോശം കാട്ടാനേ. നീ അവന്റെ സാരി കണ്ടോ? സാരിയും കണ്ടു. സാരി നന്നായിട്ടുണ്ട് അല്ലേ? എവിടെ നന്നാവണ്, എനിക്ക് അതിന്റെ കളറേ പറ്റിയിട്ടില്ല. 10,000 റുപ്യ എത്ര അതിന്റെ വില? 10,000 റുപ്യക്കൊക്കെ എത്ര നല്ല സാരി കിട്ടും പറഞ്ഞിട്ടാണ്. നിങ്ങൾ എവിടെ നോക്കിയെടുത്താണാ വന്നാൽ? അതിനെങ്ങനെയാണ് പോകുമ്പോ എന്നെ ഒന്ന് വിളിക്കണേ. അതൊന്നും ചെയ്തില്ല അവള്. ശരിക്കും പറഞ്ഞ ഞാൻ ഈ കല്യാണത്തിന് വരാൻ പാടില്ല. പിന്നെ എന്തറിയോ, അവനെ ആലോചിക്കണ്ടേ നമ്മള്. അതാ പിന്നെ ഞാൻ വരാൻ തന്നെ കാരണം. ഞാനിവിടെ വന്നിട്ടേ ഒരാഴ്ചയായി. ആ പെണ്ണില്ലേ, കല്യാണ പെണ്ണ്, അതിന് എന്റെ അടുത്ത് ഒരു മെയിൻറ്റും ഇല്ല. എന്റെ അടുത്ത് മിണ്ടിയിട്ടേ ഇല്ല ഞാൻ വന്നേ. പിന്നെ എന്താ സാധനം എന്നറിയോ? വെറുതെ അല്ല ആദ്യം കെട്ടിച്ചോർത്തോടത്ത് നിൽക്കാണ്ട് ഇങ്ങോട്ട് വന്നത്. അതിന് അവളുടെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ താത്ത. ആ ചെക്കന്റെ സ്വഭാവം ശരിയില്ലാത്തത് കൊണ്ടല്ലേ. അതിന് അവന്റെ സ്വഭാവത്തിന് എന്താ ഒരു കുഴപ്പം? അവള് ഉണ്ടാകുമ്പോ വേറെ പെണ്ണായിട്ട് ബന്ധം ഉണ്ടായാലേ അത് ആർക്കും സഹിക്കാൻ പറ്റുക? ആണുങ്ങളാവുമ്പോ അങ്ങനെ പലതും ഉണ്ടാവും. അതും പറഞ്ഞിട്ട് ബന്ധം ഒഴിവാകുക ചെയ്യാ. ഇനിയിപ്പൊ ഈ കെട്ടാൻ പോണ ചെക്കൻ ഇതുപോലെ വല്ല കുഴപ്പത്തിന് പോയി ചാടിയ അപ്പൊ അവള് എന്താ കാട്ടുക? അപ്പൊ ഇതുപോലെ ഇറങ്ങി വരും ഇവള്. നിങ്ങളിങ്ങനെ അറം പറ്റുന്ന വാക്കുകളൊന്നും പറയേണ്ട താത്ത. ആ അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ കുറ്റല്ലേ? ഒന്നാമത് ഈ കല്യാണം എത്ര ഗംഭീരമായിട്ട് നടത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇത്തിരി വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് കൂടിയിട്ട് ഇങ്ങോട്ട് നടത്തി കൊടുത്താൽ മതിയായിരുന്നേ. ആദ്യത്തെ കല്യാണം നല്ല ഗംഭീരായിട്ടൊക്കെ നടത്തി. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായി? വല്ല കാര്യം ഉണ്ടായോ? ബന്ധം ഒഴിവാകേണ്ടി വന്നില്ലേ? അപ്പൊ പിന്നെ ഇത് ഇത്തിരി ചുരുക്കത്തിലൊക്കെ ചെയ്തു കൊടുത്താൽ മതിയായിരുന്നേ. അതിനെങ്ങനെയാണ് ചുരുക്കത്തിലൊക്കെ കഴിച്ചാൽ ആൾക്കാരെ ഈ പൊങ്ങച്ചൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാർ കേട്ടിട്ട് വരും കേട്ടോ താത്ത, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും. എന്നാലേ ഞാൻ അങ്ങോട്ട് പോട്ടേട്ടോളേ. കേട്ടിട്ട് വന്ന എന്താ കുഴപ്പം? അതിന് ഞാൻ കുറ്റമൊന്നല്ല പറയണതേ, ഒക്കെ ഉള്ളത് തന്നെ പറയണത്. നിനക്ക് കേൾക്കാൻ വയ്യെങ്കിൽ നീ അങ്ങോട്ട് പൊയ്ക്കോ. ഡീ, നീ എന്താ പുഷ്ണത്തൊന്നും കല്യാണം പറഞ്ഞിട്ടില്ലേ? ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞതാണല്ലോ. നീ എന്താ അങ്ങനെ ചോദിച്ചു? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവളെ കണ്ടായിരുന്നേ. അപ്പൊ ഞാൻ വിളിച്ചു, വാടി നമുക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട്. അപ്പഴാ അവള് പറയുന്നത് കല്യാണം വിളിച്ചിട്ടില്ലാന്ന്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറഞ്ഞിട്ട് അവളെ മാത്രം ഒഴിവാക്കിന്നാ പറഞ്ഞിട്ടാ. എന്താ ഒരു കഷ്ടം നോക്കാ. ഞാൻ അവളുടെ വീട്ടിക്ക് 3 പ്രാവശ്യം പോയിട്ടോ. പോകുമ്പോഴൊന്നും അവൾ അവിടെ ഉണ്ടായില്ല. എന്നിട്ട് അവളുടെ ഫോണിക്ക് വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണേ. അവളുടെ കെട്ടിയവനെ കണ്ടിട്ട് ഇവിടുന്ന് ഒക്കെയും പറഞ്ഞത്രേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് എന്റെ അടുത്തും പറഞ്ഞായിരുന്നു. എന്താ ഒരു കഷ്ടം നോക്കുക. ഇനിയിപ്പൊ എന്താ ചെയ്യടി? എന്താ ചെയ്യാനുള്ളത്? ഫോണ് വിളിച്ചിട്ട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ അവളുടെ അടുത്ത്. എന്നിട്ട് അവൾക്ക് വരാൻ വയ്യെങ്കിൽ വരണ്ട, അല്ലാണ്ട് ഇപ്പൊ എന്താ കാട്ടുന്നത്? പിന്നെ വെള്ളം കലക്കിയത് ഇത് മതിയോ, അതോ കുറച്ചും കൂടി കലക്കി വെക്കണം എന്നാ? കലക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്ക. എന്നാ പിന്നെ ആൾക്കാർ വരുമ്പോഴേ വേഗം എടുത്തു കൊടുക്കല്ലേ വേണ്ടുള്ളൂ. വേണ്ടേ, അതിലുള്ളത് മതി. ഇനിയിപ്പോ 8 മണി കഴിഞ്ഞു പറഞ്ഞ ആൾക്കാരൊന്നും വെള്ളം കുടിക്കാൻ നിൽക്കില്ല. വന്ന പാടെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. ഇനിയിപ്പൊ കലക്കാൻ നിന്ന് പറഞ്ഞാൽ അതൊക്കെ ബാക്കിയാവുള്ളൂ. ആ ചട്ടിയിലുള്ളത് മതി, നീ കലക്കൊന്നും വേണ്ടാട്ടോ. നീ അതവിടെ വെച്ചാ, നീ കുറച്ചേരം പോയി ഇരുന്നാ അവിടെ. അന്നപ്പോ തുടങ്ങിയ പണിയല്ലേ, കുറച്ചേരം പോയി റെസ്റ്റ് എടുത്തോ നീ. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ ചെയ്യാ. നീ ഇനി മുമ്പത്തേക്ക് പോയിക്കോ, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയില്ലേ. ഓരോരുത്തർ വരുമ്പോ നീ അടുക്കളയിൽ വന്ന് നിന്ന് എങ്ങനെ ശരിയാവുക? മുമ്പുറത്ത് സ്വീകരിക്കാൻ ആളില്ലാണ്ട് നീ മുമ്പിൽ പോയി നിന്നോ. ഇവിടെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ അങ്ങോട്ട് പോകാ. നീ അങ്ങോട്ട് വായോ. നീ ബാക്കിയുള്ള പണിയൊക്കെ തിരക്കോയിട്ട് സാവധാനം ചെയ്യാ. അവിടെ വെച്ചിട്ട് വാ നീ. ഡീ, ഒന്ന് ഇങ്ങോട്ട് വാ. എന്തമ്മായി? നീ അവിടെ പോയിട്ടേ മാമാക്ക് ലേശം ചോറ് പൊഴിഞ്ഞിട്ട് വാടി. മാമ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അയ്യേ, എനിക്കൊന്നും വയ്യാട്ടോ അവിടെ പോയിട്ട് ചോറ് എടുത്തിട്ട് വരാന്. അമ്മായി അവിടെ പോയി ചോദിച്ചു നോക്കി, ആ വിളമ്പണവരെ എടുത്തേരും നിങ്ങക്ക്. എനിക്ക് മടിയാവോടി പോയി ചോദിക്കാന്. നീ ആവുമ്പോ കുഴപ്പമില്ലല്ലോ, കുറച്ച് മതി. അവിടെ മാമയും കുട്ടികൾ തന്നെ ഉള്ളൂ. എനിക്കൊന്നും വയ്യ, അമ്മായിനെ പോയി ചോദിച്ചു നോക്കി. നിനക്ക് വയ്യെങ്കി വേണ്ട, ഞാൻ നിന്റെ ഉമ്മാനത്തൊന്ന് പോയിട്ട് പറഞ്ഞിട്ട് എടുത്തിട്ട് വരാൻ പറയട്ടെ. എനിക്ക് പിന്നെ മാമാക്ക് കൊണ്ടേ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ നിങ്ങൾ ഉമ്മാനത്ത് പറയും.
നോക്ക് നാത്തോനെ, നീ ആ ചോറ് വിളമ്പണ അവിടെ പോയിട്ടേ ലേശം ചോറ് എടുത്തിട്ട് വന്നാ. ഗഫൂർക്കാക്ക് കൊണ്ടുപോയി കൊടുക്കാനാണേ. മൂപ്പര് ഇങ്ങോട്ട് വന്നിട്ടില്ല. വരുന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചോറും വെച്ചില്ല കേട്ടോ. അതാ ഞാനിവിടെ ഓരോ തിരക്കിലാന്ന്. നിങ്ങൾ അവിടെ പോയി എടുത്തോളി, അവിടെ എടുത്തരാൻ ആൾക്കാരുണ്ടാവേ. ഞാൻ എങ്ങനെയാടി ആ തിരക്കിൽ പോയിട്ട് എടുത്തിട്ട് വരിക? നീ പോയി എടുത്തിട്ട് വന്നാ മതി, തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട്. ഞാൻ വേണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി ഇവിടെ നിൽക്കാം, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് വയ്യ അവിടെ പോയി തിരക്ക് കൂട്ടാനും കേട്ടോ. എന്നാ നിങ്ങൾ അവിടെ പോയി ഇരിക്കും താത്ത, ഞാൻ ഈ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടേ പോയി എടുത്തിട്ട് വരാം. നോക്ക് ഷിഫാന, നിന്റെ കൂടെ ആ റെജിന്റെ കുട്ടിനെയും കൂടി കടത്ത് കേട്ടോ. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ കിടക്കണത്? താഴെയൊന്നും ഇനി കടത്താൻ സ്ഥലല്ലേ. നീ ഉറങ്ങിക്കോ, നീ നേരം വൈകിക്കണ്ട, രാവിലെ നേരത്തെ എണിക്കേണ്ടതല്ലേ. ആ